ഇനി ജമ്മു കാശ്മീരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നു. ഈ സീസ് ഫയർ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും ലംഘനമുണ്ടായി എന്ന വാർത്ത വരുന്നു. ജമ്മുവിൽ ഷെല്ലിംഗ് നടന്നതായി വിവരമുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ ജമ്മുവിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? എസ് കെ ഇപ്പോൾ ചില ദേശീയ മാധ്യമങ്ങളാണ് ഞാനത് കാണുന്നത്. ഈ യുദ്ധ രംഗത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമ പ്രവർത്തകർ അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഖ്നൂർ, രജൌരി, RS പുര എന്നിവിടങ്ങളിൽ ആർട്ടിലറി ഷെല്ലിംഗ് നടന്നിട്ടുണ്ട്. ജമ്മു സെക്ടറിലൊക്കെ തന്നെ ഷെല്ലിംഗ് നടന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നൌഷേര അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഷെല്ലിംഗ് നടക്കുന്നത് നേരത്തെ ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങളിൽ ഞാനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. വൈകിട്ട് ഏതാണ്ട് ഒരു 7:30-ക്ക് ശേഷമുള്ള റിപ്പോർട്ടുകളാണ് ആ തരത്തിൽ കണ്ടത്. പക്ഷേ അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഇതുവരെ നമുക്ക് നൽകാൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ദേശീയ ചാനലുകൾ അത് ആ വാർത്ത നൽകുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് നടപ്പാക്കിയ അല്ലെങ്കിൽ നമ്മളോട് അഭ്യർത്ഥിച്ച് വാങ്ങിച്ചെടുത്ത ഒരു വെടിനിർത്തൽ കരാറാണ്. അതിൽ അവർ തന്നെ ലംഘിക്കുന്നു എന്നത് ഒരു ഗൗരവമായ സാഹചര്യമാണ്. അത് എത്രത്തോളം രൂക്ഷമാണ് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണ LOCയിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിവെപ്പ് നടക്കുന്നതാണ്. അതിപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ പോലും നടക്കുന്നതാണ്. അത് കുറച്ച് ഗൗരവമുള്ള തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞാനിപ്പോൾ ജമ്മുവിലാണ്. ജമ്മുവിൽ ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ ശാന്തമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഡ്രോണുകൾ ആകാശത്തൂടെ പോകുന്ന കാഴ്ച, മുഴുവൻ ബ്ലാക്ക് ഔട്ട്, ആളുകളൊക്കെ വീടിനകത്ത് ഭയന്നിരിക്കുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇപ്പോൾ കത്തി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രതീക്ഷയുള്ള കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്നും ഒരു ലൈറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഒരല്പം വിജനമായൊക്കെ തോന്നുന്നത്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഈ വൈകിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ കുറച്ച് ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. सर, जो रिपोर्ट है सीज फायर हो गया, मैंने खुद ट्रंप साहब का ट्विटर हैंडल देखा कि उन्होंने बयान दिया है कि सीज फायर हो गया 10 घंटे की मीटिंग के बाद, ठीक है। और जो न्यूज़ है वो ऑथेंटिक होनी चाहिए। सर, एक्चुअली हमारी जो JNK सिटी है ना, जम्मू की सिटी है जो, वो बॉर्डर से कम भी 30-35 किलोमीटर पे है, ठीक है ना। आप जानते हैं सुबह भी कई जगह पे अटैक्स हुए हैं, सिटी के अंदर हुए हैं, और हम यहाँ पे ही रेजिडेंसी रोड पे रहते हैं। और बात ये है कि हमारे कई प्रियजन जो हैं वो बॉर्डर एरिया में रहते हैं। उनके हमें बार बार फ़ोन आ रहे हैं कि कोई सीज फायर जो हुआ होगा, लेकिन जो ഫയറിംഗ് है और ഷെല്ലിംഗ് है वो कंटिन्यू हो रही है। അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഈ അതിർത്തിക്കോട് ചേർന്നുള്ള. അവിടെ അവരൊക്കെ ഫോൺ വിളിച്ചപ്പോൾ പറയുന്നത് അവിടെ ഒരു സീസ് ഫയർ ഒന്നും ഇല്ല, അവിടെ വെടിനിർത്തൽ കരാറൊന്നും ഇല്ല, അപ്പോഴും അവിടെ വെടിവെപ്പ് നടക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. ഇങ്ങനെ കുറച്ച് പേര് എന്നോട് ഇപ്പോൾ ഈ വഴി ഇങ്ങനെ വരുമ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു.